ഇറാഖിലെ വിവാഹപ്രായം കുറച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളൊക്കെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. പക്ഷേ നമ്മുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നോ? ഏതെങ്കിലും മുഖ്യധാരാ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ധൈര്യം കാണിക്കില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത്, വില്ലനായി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന മതവികാരത്തിന്റെ ഉടമകളാണ്. അഡ്വാൻസ് ആയിട്ട് തന്നെ പറയട്ടെ, ഈ വിഷയ സംബന്ധമായിട്ടുള്ള ഇന്നത്തെ ഈ ചർച്ചയിൽ ഉറപ്പായിട്ടും തെറിവിളികളും തന്തയ്ക്കു വിളികളും എമ്പാടും വരും എന്ന് കരുതി ഒരു വസ്തുത, ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളിനിയും എത്ര തന്നെ തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്താലും ശരി, പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയുക തന്നെ വേണം. അതും സാഹചര്യത്തിനൊത്ത് തന്നെ പറയണം. അതല്ലാതെ ഇതൊക്കെ ആറി തണുത്ത് കഴിഞ്ഞിട്ടല്ല ഏതൊരു വിഷയവും സംസാരിക്കേണ്ടത്. ഇപ്പൊ ലോകോത്തര മാതൃകയാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. പ്രവാചകൻ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ നബിയുടെ മാതൃകയെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്റെ വിവാഹവും പ്രവാചകന്റെ വിവാഹമോചനങ്ങളും പ്രവാചകന്റെ സ്ത്രീ സംബന്ധമായിട്ടുള്ള ചില ചാബല്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്? പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന എത്ര മാതൃകകൾ ക്രിസ്ത്യാനികൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. 5 മാതൃക നിങ്ങൾക്കൊന്ന് പറയാമോ? ഈ കാലഘട്ടത്തിൽ ജയിലിലാകരുത് കേട്ടോ, അത് പിൻപറ്റിയാൽ. അത് നമുക്ക് പിൻപറ്റാൻ പറ്റണം. കാരണം പ്രവാചകൻ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും കാരുണ്യമാണ്. റഹ്മത്തൻ ലിൽ ആലമീൻ. ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടയച്ച അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടികർത്താവ്, നല്ല സൃഷ്ടികർത്താവാണ് നമ്മളോട് പറഞ്ഞത്. പ്രവാചകനെ സൽസ്വഭാവത്തിനുടമയാക്കി, ലോക ജനങ്ങൾക്ക് കാരുണ്യമാക്കി, മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കിക്കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. ആ പ്രവാചകനിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ ചോദിക്കുമ്പോൾ തെറിവിളികളല്ല പറയേണ്ടത്. ആ പ്രവാചകന്റെ മാതൃകകൾ എണ്ണമറ്റ കിതാബുകളിലായി, ലക്ഷക്കണക്കിന് ഹദീസുകളിലായി, കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങളിലായി പരന്ന് പടർന്നു പന്തലിച്ച് കിടക്കുമ്പോൾ എന്താണ് ഒരു 5 മാതൃക അതിൽ നിന്നും ചെകഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നത്? അതിനിപ്പോ എന്നെ തെറിവിളിച്ചിട്ടോ മാതൃകകൾ പറയൂ എന്ന് പറയുന്നവരെ മെക്കിട്ട് കയറിയിട്ടോ കാര്യമില്ല. ലോക ജനങ്ങൾക്ക് മുഴുവനും ഈ പ്രവാചകൻ മാതൃകയാണെങ്കിൽ ആ പ്രവാചകന്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു ചോദിക്കും, ഇത് പ്രവാചകന്റെ മാതൃകയാണോ? ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ? ഇത് പിൻപറ്റിയാൽ നമ്മൾ ജയിലിലാകുമോ എന്ന് ചോദിക്കും. അപ്പോൾ മറുപടി പറയേണ്ടി വരും. മറുപടി ഇല്ലാതാകുമ്പോൾ തെറിവിളികൾ, ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ ആയുധങ്ങൾ. ഇതൊന്നും ഒരു പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന വസ്തുതകളല്ല. ഇറാഖിൽ വിവാഹപ്രായം കുറച്ചല്ലോ 9 ആക്കിയല്ലോ. അടുപ്പ് കൂട്ടിയുള്ള ചാനൽ ചർച്ചകൾ എങ്ങാനും ഈ കേരളക്കരയിലെ മാധ്യമങ്ങൾ കണ്ടോ? മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയോ? ഇല്ല. കുറച്ച് യൂട്യൂബർമാർ മാത്രം ആ വിഷയം എടുത്ത് വീഡിയോ ചെയ്തു എന്നുള്ളതല്ലാതെ നമുക്ക് നിർമ്മല കോളേജിലെ നമസ്കാര മുറികളല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് കൃത്യമായും നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ്. മതപരമായി നമ്മൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മതപരമായ ആലയങ്ങളിലായിരിക്കണം. മതപരമായ നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പോ നമസ്കരിക്കണം, ശരി, അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമല്ലല്ലോ തെരഞ്ഞെടുക്കേണ്ടത്. അല്ല,
നമുക്ക് മതപരമായ അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ അത് വച്ചു പുലർത്തി മുന്നോട്ട് പോകണം. അതിന്റെ തൊട്ടടുത്ത് മതപരമായ അത്തരം കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ആലയങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് പറ്റില്ല, അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. എന്നാ പിന്നെ നിങ്ങളുടെ മതപരമായ ആലയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഇത്രയും വിലക്കുകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തെറിവിളികൾ ഉത്തരമല്ല. തെറിവിളികളും കൊലവിളികളും ഒരാശയങ്ങളെയും ഇല്ലാതാക്കുന്നില്ല. മറിച്ച് ആ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് അമർച്ച ചെയ്യാൻ സാധിച്ചേക്കാം. ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ കഴിഞ്ഞേക്കാം. എന്തെങ്കിലും പ്രലോഭനങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ അയാളെ മാത്രമേ നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ പറ്റൂ. അയാൾ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ, അയാൾ ഉയർത്തിവിട്ട ആശയങ്ങൾ, വിമർശനങ്ങൾ, അതൊക്കെ അപ്പോഴും അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് കലാലയങ്ങളിൽ നമസ്കാര മുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ, മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറയാൻ നമ്മളിൽ ആളുകൾ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. കാരണം അത് നമസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ആലയമാണ്. അതാണ് ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ വിവാഹപ്രായത്തിനു വേണ്ടി സംസാരിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ വിവാഹപ്രായം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തേ നമ്മുടെ നാട്ടിൽ ആർക്കും സാധിക്കാതെ പോകുന്നത്? ഒരു സംശയം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായ ഒരു പേരുണ്ടല്ലോ, നീള നമ്പ്യാർ. അപ്പൊ അതൊരു മുസ്ലിം പെണ്ണായിരുന്നു. അവര് എന്തിനാണ് നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത്? അതുകൊണ്ടാണല്ലോ അവര് വൈറലായത്. അവരുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നല്ലോ. അവരുടെ പേരിനോടൊപ്പം അവരൊരു നമ്പ്യാർ എന്ന വാല് തിരികെ കയറ്റി. അതിനെ പരിഹസിച്ച് ഒരുപാട് താത്തമാരും കാക്കമാരും വന്നു. ഇത് ശരിക്കും ഈ വിമർശനത്തിന്റെ തോത് തിരിച്ചറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പെണ്ണ് അവരുടെ പേരിനോടൊപ്പം ഒരു മുസ്ലിം പേര് സ്വീകരിക്കുകയും അതിനകത്ത് തങ്ങൾ എന്നോ സയ്യിദ എന്നോ ഒരു വാല് സ്വീകരിക്കുകയും ചെയ്തു നോക്കിക്കേ, കേരളം നിന്ന് കത്തുന്നത് നിങ്ങൾക്ക് ലൈവായി കാണാം. അങ്ങനെയാ അവരുടെ മതം, അങ്ങനെയാ വളരെ പെട്ടെന്ന് വികാരപ്പെടും, വ്രണപ്പെടും, കലാപ അന്തരീക്ഷം ഉണ്ടാകും. പിന്നീട് അവർ പൊതുനിരത്തുകളിൽ ഇറങ്ങും, ആ പെണ്ണിനെ വീട് കയറി ആക്രമിക്കും. ഇതിപ്പോ ഒരു മുസ്ലിം പെണ്ണായിരുന്നു, ഒരു ഹിന്ദു നാമമാണ് സ്വീകരിച്ചത്. ഹിന്ദുക്കളിലെ ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ഒരു മതത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ, അതിലൊരു വിഭാഗത്തിന്റെ പേരാണ് വാലായി സ്വീകരിച്ചത്. നായരെന്നോ നമ്പ്യാരെന്നോ മേനോനെന്നോ അതൊക്കെ സ്വീകരിച്ചാൽ ഉടനെ കുറച്ച് വിമർശനങ്ങൾ ഉയർന്നു എന്നത് നേര്. പക്ഷേ ഇപ്പോഴും നീള നമ്പ്യാർക്ക് കഴുത്തിന് മുകളിൽ തലയുണ്ട്. നമ്മൾ ഇനി അവരുടെ യഥാർത്ഥ പേര് പറഞ്ഞാലും അവരെ ഈ പേരിൽ തന്നെ അറിയപ്പെടും. വൈറലാക്കി കൊടുത്തത് നമ്മളാണല്ലോ. അതാണ് മുസ്ലിങ്ങളുടെ ഈമാനിന്റെ പവർ അനുഭവിക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. പറ്റില്ല, ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങളുടെ മതത്തെ തൊടാൻ, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ, അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ഒരാളും തയ്യാറാകില്ല. അപ്പൊ മുസ്ലിങ്ങളുടെ ഈ ദീനീ പുരുഷന്മാരുടെ ഒക്കെ ഈമാനിന്റെ ഒരു പവർ അറിയണമെങ്കിൽ നിങ്ങൾ പിറക്കാത്ത ഫാമിലിയിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു പേരവകാശപ്പെട്ടത്? നിങ്ങൾ തങ്ങളാണോ? നിങ്ങൾ പ്രവാചക കുടുംബത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ലേ ചെയ്തത് എന്ന രൂപത്തിൽ ഇവർ വിമർശനങ്ങൾ തൊടുത്ത് മുന്നോട്ട് വരും. ആധുനിക സമൂഹത്തെയും ആധുനിക സമൂഹത്തിന്റെ ജീവിത രീതികളെയും അവരുടെ ഉയർന്ന നവമൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കരുത്. ഇപ്പോ തന്നെ സൈബർ ഇടങ്ങളിലെ സ്ത്രീകൾ എത്ര കണ്ടാക്രമിക്കപ്പെടുന്നുണ്ട്. ഒരു പാചക ചാനൽ തുടങ്ങുകയോ ഒരു ബ്യൂട്ടി ടിപ്സിന്റെ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങുകയോ മറ്റോ ചെയ്തു നോക്കട്ടെ, അല്ലെങ്കിൽ അവരൊന്ന് റീൽസ് ചെയ്തു നോക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ പ്രതിരോധിക്കുകയോ വിമർശിക്കുകയോ
പോസ്റ്റുകൾ എഴുതുകയോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തു നോക്കട്ടെ, വേട്ടയാടപ്പെടുന്നത് കാണാം. ഈ വേട്ടയാടി ഒടുവിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ പുല്ല് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെങ്ങേറി. നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ബിഗ് ബോസിലെ ഒരു പെൺകുട്ടി, നമ്മൾ കണ്ടില്ലേ? ആദ്യം തട്ടമിട്ടു, പിന്നെ കുറച്ച് പുറകോട്ട് വലിച്ചിട്ടു, പിന്നീട് ഇതിപ്പോ മുഴുവനും ഊരിയിട്ടു. ഇതൊക്കെ തന്നെയാ സംഭവിക്കുക. തട്ടം എനിക്ക് വേണ്ട, മുഴുവനും ഊരിയിട്ടു എന്ന് പറഞ്ഞത് തട്ടമാണ് കേട്ടാ, മനസ്സിലായ? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഒരു കിച്ചൺ ചാനൽ വളരെ പോപ്പുലറായി നിൽക്കുന്നു. ഒരു പക്ഷേ കേരളത്തില് ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്, പാചക ചാനലാണ്. ആലോചിച്ച് നോക്കിയേ. ആദ്യം തട്ടമിട്ടു വന്നു, അപ്പൊ അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു. നല്ല സാധനങ്ങളായിരിക്കും ചെയ്യുന്നത്, നല്ല പാചകങ്ങളായിരിക്കും, എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും, അവരുടെ ശൈലി ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, സബ്സ്ക്രൈബേഴ്സ് കൂടി, അവർക്ക് ഇൻകം കൂടി. അപ്പോഴേക്ക് രൂക്ഷമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഈ പകുതി തട്ടം ഇടുന്നതാണോ നിന്റെയൊക്കെ പ്രശ്നം എന്നാ അത് ഊരി വെച്ച് ഇപ്പൊ തട്ടമില്ല. മമ്മൂട്ടി എടുക, സീനത്ത്, മാമുക്കോയ, ഇവരൊക്കെ മുസ്ലിങ്ങളാ. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി അത്തരമൊരു അന്തരീക്ഷത്തിൽ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടുമാണ് അവരെ മുസ്ലിങ്ങൾ എന്ന് പൊതുസമൂഹം പറയുന്നത്. അതിനകത്ത് മതം ഉൾക്കൊള്ളുന്നവരുമുണ്ട്, മതം ഉൾക്കൊള്ളാത്തവരുമുണ്ട്. വേണ്ടവർക്ക് മതം വേണം, അല്ലെങ്കിൽ മതം വേണ്ട. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തുറന്ന് കാര്യങ്ങൾ എഴുതിയവരുമുണ്ട്, ചിലർ സൂചനകൾ നൽകി മടങ്ങിപ്പോയവരുമുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ കോമൺ ആയിട്ട് എഴുതി. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് എന്റെ വിഷയമല്ല, അത് അവര് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാ. അങ്ങനെ ചിന്തിച്ച ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ, അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ മതവും രാഷ്ട്രീയവും സ്വർഗവും നരകവും നബിചര്യയും ഇസ്ലാമും മുസ്ലിമും മാറി നിൽക്കും. മനസ്സിലായ? ഇത്രയെങ്കിലും ഒരു പുരോഗതിയിലേക്ക്, പുരോഗമനത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് പോകാൻ സാധിച്ചത് എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവര് മതത്തെ മാറ്റി നിർത്തുകയും അന്ന് അവരതിനെ സിനിമയായാലും നാടകമായാലും സംഗീതമായാലും അതിനെയൊക്കെ അവർ കലയായി സ്വീകരിച്ചു. അതിനെയൊക്കെ അവർ അവരുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ചു. കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളെ അവർ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ 6-ാം നൂറ്റാണ്ടിന്റെ മതചിന്താഗതിയും കൊണ്ട് നടന്നാൽ, ലിംഗവിവേചനവും സ്ത്രീ വിരുദ്ധതകളും കൊണ്ട് നടന്നാൽ ഈ കാലഘട്ടത്തിൽ അത് ചെലവാകത്തില്ലെന്നും അത് 6-ാം നൂറ്റാണ്ടിന്റെ നിയമമാണെന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകളാണ് ഇന്നത്തെ ഈ പുരോഗതിക്കൊക്കെ കാരണം. ഇപ്പോ മുസ്ലിം സമുദായത്തിന്റെ ഇത്തരം അസഹിഷ്ണുതകൾ കാരണം, ഇത്തരം ഗോത്രീയ ചിന്താഗതികൾ കാരണം അവർ അകത്തു നിന്നും പുറത്തു നിന്നും ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത്? നമ്മുടെ കാസർഗോഡുകാരനായ ഒരു മുഹമ്മദ് യൂസഫ് ബൈബിള് കത്തിച്ചു. ഏതെങ്കിലും ക്രിസ്ത്യാനി യൂസഫിനെ കൊല്ലുമെന്ന് പറഞ്ഞോ? യൂസഫിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയോ? യൂസഫിന്റെ തല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. യൂസഫിന്റെ കഴുത്തിന് മുകളിൽ ഇപ്പോഴും തലയുണ്ട്, ഒരു കുഴപ്പമില്ല. യൂസഫിനെ ബൈബിള് കത്തിച്ചു എന്നതിന്റെ പേരിൽ ഒരു പോലീസ് പ്രൊട്ടക്ഷന്റെയും ആവശ്യം വന്നുമില്ല. കാരണം എന്താ? അവർ സഹിഷ്ണുതയോടെ ഈ മതേതര രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ മതേതരത്വ ഭാരതത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നവർ പഠിച്ചു. അതവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ഭാഗത്തു നിന്നും മതവിമർശകർ, യുക്തിവാദികൾ, കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, പിന്നെ ക്രിസ്ത്യാനികള്, കുറച്ച് ഹിന്ദുക്കള്, പിന്നെ ഇസ്ലാമിലെ വ്യത്യസ്തമായ സംഘടനാ വിഭാഗങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും എമ്പാടും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഹിജാബ് വിഷയമാണെങ്കിലും, ഇനി അതല്ല അപ്പിക്കുപ്പായത്തിന്റെ വിഷയങ്ങളാണെങ്കിലും, ലവ് ജിഹാദ് ആണെങ്കിലും, മതം മാറ്റമാണെങ്കിലും, ഹിജാബ് ആണെങ്കിലും,
കലാലയത്തിലെ രാഷ്ട്രീയമാണെങ്കിലും കലാലയത്തിലെ നമസ്കാര പള്ളി റൂമാണെങ്കിലും ഇതെല്ലാം ഭക്ഷണത്തിലെ ഹലാൽ അടക്കം തുപ്പലടക്കം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്നു. ഇതൊന്നും ആരെങ്കിലും മനഃപൂർവ്വം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഭീകരതയെന്നും എന്താണ് തീവ്രതയെന്നും കൃത്യമായും ഇന്ന് ജനങ്ങൾക്കറിയാം. മുസ്ലിങ്ങൾക്കിടയിൽ ഇരവാദം കുത്തിവെച്ച് നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിരന്തരം പ്രചരിപ്പിച്ച് നമ്മളേത് അവരക്രമിക്കുന്നു ഇവരക്രമിക്കുന്നു, അതുകൊണ്ട് മക്കളെ നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരുതരം മാനസിക രോഗമാണ്. സ്വന്തം സമുദായത്തെ ഒരു കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടാനുള്ള സംഘടിതമായ പരിശ്രമത്തിന്റെ പരിണിത ഫലമാണത്. കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പോലും ഒറ്റ ഖുർആൻ ഇത്തരം ഹദീസ് ഗ്രന്ഥങ്ങൾ അതിന്റെ പേരിൽ ഏകോപിക്കുന്നില്ല. അവര് തമ്മിലുള്ള ആന്തരികമായ ആശയ ഭിന്നതകൾ എമ്പാടുമുണ്ട്. ലോക ഇസ്ലാമിക ഇതര കർമ്മ ശാസ്ത്രീയ രാഷ്ട്രീയ മതപരമായ നിലപാടുകളൊക്കെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. രാഷ്ട്രീയ നിലപാടുകളും മതപരമായ നിലപാടുകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, അജ ഗജ അന്തരമുണ്ട്. താലിബാൻ എടുക്ക്, സൗദിയിലെ മതനിയമങ്ങൾ അതാണോ ഇന്ന് അഫ്ഗാനിൽ പ്രാവർത്തികമാക്കുന്നത്? അതാണോ ഇന്ന് ബംഗ്ലാദേശിൽ പ്രാവർത്തികമാക്കുന്നത്? ഇസ്ലാമിക ഭീകരരുടെ കയ്യിൽ ആ ബംഗ്ലാദേശ് വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു, സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നു, പുരുഷന്മാരെ അടിച്ചു കൊല്ലുന്നതിനിടയിൽ അവരുടെ പാൻഡൂരി നിക്കറൂരി ദാ ഇവൻ കാഫിറാൻ, ഇവൻ സുനയുടെ അറ്റമുണ്ട് എന്ന് കാണിച്ച് വീഡിയോ ചെയ്യേണ്ടി വരുന്നു. പച്ചയ്ക്ക് ഒരു പെണ്ണിനോട് ക്രൂരത കാണിക്കുകയും അവളെ രണ്ട് കൈയിലും കെട്ടി റോഡിലൂടെ വലിക്കുകയും ചെയ്യുന്ന സാഹചര്യം, മനുഷ്യനെ പച്ചയായി കൊന്ന് റോഡുകളിലെ ലൈൻ കമ്പികളിൽ കെട്ടിത്തൂക്കുന്ന സാഹചര്യം എന്തേ എതിർക്കാൻ സാധിക്കാതെ പോകുന്നത്? കേരളത്തിൽ എന്തേ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകൾ ഇല്ലാതെ പോകുന്നത്? കേരളത്തിൽ മുസ്ലിം സംഘടനകളില്ലേ? അവരാരെങ്കിലും ഈ മനുഷ്യത്വരഹിതമായ ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അപലപിച്ചോ, പോസ്റ്റ് എഴുതിയോ, വീഡിയോ ചെയ്തോ, പ്രതികരിച്ചോ, കമന്റ് എഴുതി ചെയ്തോ നിങ്ങൾ കണ്ടോ? അന്നും താലിബാനെ വിസ്മയം എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഇത്തരം ജിഹാദി ഭീകരരുണ്ടായിരുന്നു. അവരൊക്കെ പിന്തുണച്ചു. മറ്റു സംഘടനകൾ മൗനമായി അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പൊതുവേദിയിൽ കയറുന്നതിൽ ലജ്ജയുള്ള മുസ്ലിയാക്കന്മാരുണ്ട് ഇവിടെ. പെണ്ണ് കയറാനോ? പഴക്കം ചെന്ന ഇത്തരം തലച്ചോറുകളുമായി നടക്കുന്ന അസഹിഷ്ണുത നിറഞ്ഞ ഈ ചിന്താഗതിയുള്ള മനുഷ്യരാണ് ഈ മതത്തെ മലീമസമാക്കുന്നത്. സമസ്ത എന്ന കെ വിഭാഗത്തിന്റെ സുന്നി വിഭാഗമാണ്. അവരുടെ മതവികാരം വ്രണപ്പെട്ടു പോകും. സമർത്ഥമായി പഠിച്ച ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി നിന്ന് അവൾ സമ്മാനം വാങ്ങുമ്പോൾ രസകരമാണിത്. ഇവിടെ ഒരുപാട് ഇസ്ലാമിക സംഘടനാ വിഭാഗങ്ങളുണ്ട്. ആ മുസ്ലിയാര് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ, ആ പെൺകുട്ടിയെ അപമാനിച്ചത് ശരിയായില്ല എന്ന് പറയാൻ എത്ര മഹല്ലുകൾ, എത്ര കമ്മിറ്റികൾ, എത്ര മത പണ്ഡിതന്മാർ, എത്ര മത സംഘടനകൾ മുന്നോട്ട് വന്നു എന്ന് നോക്കിയാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ രംഗപ്രവേശം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞാനും മുജാഹിദ് സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്, നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ അവരെ കുറച്ച് ഫോർവേഡാണ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നവരാണ്, പെൺകുട്ടികൾ പൊതുവേദിയിൽ വരണമെന്ന് പറയുന്നവരാണ്, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വേറൊരു കടമ്പയാണ്, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് പള്ളിയിൽ പിൻവാതിലിലൂടെയെങ്കിലും ഒരു സംവരണം, അവർക്ക് കയറി നമസ്കരിക്കാൻ ഒരു സാഹചര്യം, ദൂരയാത്ര ചെയ്യാം, അങ്ങാടിയിൽ പോകാം, പർച്ചേസ് ചെയ്യാം, പള്ളിയിൽ പ്രവേശിക്കാം. പക്ഷേ പള്ളി മഹലിലേക്ക് ഡോണ്ടു പള്ളി മഹലിലേക്ക് വേണ്ട. ഒരുപാട് കാര്യങ്ങളിൽ പല തട്ടുകളിലായിട്ടാണ് ഇവരുടെ കാര്യങ്ങളെ നിർവചിച്ചു കൊണ്ടിരിക്കുന്നത്. തറാവി നമസ്കാരം,
ചില ആളുകൾ സ്ത്രീകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ നമസ്കരിക്കും. ഞാനൊക്കെ അങ്ങനെ നമസ്കരിച്ചതിൻ്റെ ഇമാമ. സ്ത്രീകളെ ഓരോ വീടുകളിൽ അതല്ലെങ്കിൽ പള്ളികളിൽ തന്നെ ഒരു റൂം ഉണ്ടാക്കി അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു നമസ്കാരം. പുരുഷന്മാരുടെ പിന്നിൽ വേണമെങ്കിൽ നിൽക്കാം, അതും ഒരു മറ വേണം. അപ്സ്റ്റെയറിലൊക്കെ നിൽക്കാം, കുഴപ്പമില്ല. സുന്നികൾ എത്രയാ നമസ്കരിക്കുന്നത്? 20. മുജാഹിദിന് എത്രയാ? 11. സുന്നികൾക്ക് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാര ശേഷമുള്ള കുത്തുബ, നമസ്കാരത്തിന് മുമ്പുള്ള കുത്തുബ അറബിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മലയാളത്തിലാണ്. അവർക്ക് നമസ്കാരം 8 3 റക്അത്ത് വിത്റും കൂട്ടിയാണ് 11. എങ്ങനെയുണ്ട് തറാവീഹ് നമസ്കാരം? വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കുള്ളത്. പക്ഷേ ചില വിഷയങ്ങളിൽ ഇവർ ഏകോപിച്ച് നിൽക്കും. നമുക്ക് കാണാം, ജോസഫ് മാഷുടെ കൈവെട്ടിയ വിഷയത്തിൽ ഇവർ ഏകോപിച്ച് നിൽക്കും. ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. നിർമ്മല കോളേജിലെ നമസ്കാര വിഷയത്തിൽ ഇവർ ഒറ്റ ഇതിൽ നിൽക്കും. ജോസഫ് മാഷുടെ കയ്യും കാലുമല്ല വെട്ടേണ്ടിയിരുന്നത്, തലയാണ്. ഒരുമിച്ച് നിൽക്കും. പാലാ ബിഷപ്പിനെ കൽത്തുറങ്കിൽ അടയ്ക്കണം, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞു പോയി. ഒരുമിച്ച് നിൽക്കണം. പൂഞ്ഞാറ് പള്ളി മുറ്റത്ത് കയറി സഹവൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, മിണ്ടാതെ നിൽക്കാം. ജാമിദായുടെ തലയെടുക്കാം, മിണ്ടാതെ നിൽക്കാം. കാരണം ഇവരിലൊക്കെ ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ വേറെ വേറെ ലെവലാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു കാലത്ത് വോട്ട് ചെയ്യൽ ഹറാമായിരുന്നു. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നമുക്ക് പറ്റില്ല. കാരണം നമ്മള് ഇസ്ലാമിക രൂപം, നമുക്ക് ജനാധിപത്യം ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയ മൗദൂദിയുടെ ആശയമല്ലേ, മൗദൂദിയുടെ പ്രസ്ഥാനമല്ലേ. അപ്പൊ നമുക്ക് ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒക്കെ നമുക്ക് ഹറാമാണ്. നമുക്കതൊന്നും പറ്റില്ല. ഓണസദ്യ ഹറാമായിരുന്നു മുജാഹിദുകാർക്ക്. അമ്പലങ്ങളിൽ പിരിവ് കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് മുജാഹിദ് പണ്ഡിതൻ പ്രസംഗിച്ചത്. അതുപോലെ ഇവര് പരസ്പരം, സുന്നികൾ ജമാഅത്തെ ഇസ്ലാമിക്കോ, ജമാഅത്തെ ഇസ്ലാമിക്കാർ മുജാഹിദിനോ, മുജാഹിദുകാർ സുന്നിക്കോ, സുന്നി മുജാഹിദിനോ പരസ്പരം നമ്മള് കാണുമ്പോൾ ഹസ്തദാനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അസ്സലാമു അലൈക്കും, അതുപോലും പറയാൻ പാടില്ല. എന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ ഇവർക്കൊക്കെ ഹറാമുകളുടെയും ഹലാലുകളുടെയും വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഒരു നീണ്ട പട്ടിക തന്നെ ഇവർക്കിടയിലുണ്ട്. ഇപ്പോ ഇവരിൽപ്പെട്ട പണ്ഡിതന്മാര് തന്നെ പറയും, എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായോ വയറ് സംബന്ധമായോ അസുഖം വന്നാൽ ഒരു മുസ്ലിം പെൺ ഡോക്ടറെ തന്നെ കാണണം. അത് കഴിഞ്ഞിട്ട് അമുസ്ലിം പെൺ ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ആൺ ഡോക്ടർ, അങ്ങനെയൊക്കെ പ്രയോറിറ്റികളുണ്ട്. ഹിന്ദു ഡോക്ടർ മുസ്ലിം ഗർഭിണികളെ പരിശോധിക്കാൻ പാടുണ്ടോ? സംഗീതം ഹറാമല്ലേ? സംഗീതം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കാമെന്നാണ് നമ്മുടെ മുജാഹിദ് കാക്ക വെല്ലുവിളിച്ചത്. ഇപ്പോ ഇംഗ്ലീഷ് ഹറാമാണ്, നരകത്തിന്റെ ഭാഷയാണ്, നമുക്ക് പറ്റില്ല. സ്ത്രീ രംഗത്തേക്ക് വരുന്നത് തെറ്റാണ്. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വീഡിയോ ഹറാമാണ്, ഫോട്ടോ ഹറാമാണ്, സോഷ്യൽ മീഡിയ ഹറാമാണ്. സിനിമ വേണ്ട, സീരിയൽ വേണ്ട, ശൈത്താൻ പെട്ടി നമുക്ക് വേണ്ട. ഓൺലൈൻ പഠനം വന്ന സമയത്ത് TV ഷോപ്പുകളിലൊക്കെ ആളുകളുടെ നേരെ, എന്താ മക്കൾക്ക് പഠിക്കണം, TV വേണം. പിന്നീട് സീരിയലിന്റെ മുമ്പിൽ നിന്ന് അവർ എഴുന്നേക്കുന്നില്ല, സിനിമയും വേണം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തെ സിനിമാ തിയേറ്ററുകളിൽ പർദ്ദയും മക്കനെയും ഇട്ട ആളുകളുടെ നീണ്ട നിര തന്നെയുണ്ട്. പണ്ടത്തെ പോലെ ഇവർക്ക് ഹറാം ഹലാലും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ? മുസ്ലിം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ? അവര് പഠിക്കരുത്, അവർ ജോലി ചെയ്യരുത്, ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണോ? അല്ല. പിന്നെ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്കേ പറ്റില്ല. ഇപ്പൊ എന്തേ ഇവർക്ക് ഊരിവിലക്കുകൾ കുറഞ്ഞത്? ഇവർക്ക് പള്ളി വിലക്കുകളായിരുന്നല്ലോ മുമ്പ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ മാതാവ് മരിച്ചപ്പോൾ പള്ളിയിൽ ഖബറടക്കില്ല എന്ന് പറഞ്ഞ നാടാണിത്. മലപ്പുറത്തൊരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽക്കാരനായ യൂസഫ് ആ പെൺകുട്ടിയുടെ കാല് തല്ലിയൊടിച്ച നാടാണിത്. ഈ നാട്ടിൽ നിന്നും ആദ്യമായി ഒരു ഫ്ലൈറ്റ് പറക്കുന്നു, ഹജ്ജ് ചെയ്യുന്ന ആളുകളെ കൊണ്ട്, എല്ലാം സ്ത്രീകൾ, പൈലറ്റ് വരെ സ്ത്രീകൾ. സ്കൂട്ടർ ഓടിച്ചപ്പോൾ കാലടിച്ചൊടിച്ച പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങി അന്ന് പേടിച്ചു മിണ്ടാതിരുന്നിരുന്നെങ്കിൽ
ഇനി ഒരു പെൺകുട്ടിയും മുന്നോട്ട് പോകാൻ തയ്യാറാകാതിരുന്നിരുന്നെങ്കിൽ ഒരു ലേഡി പൈലറ്റ്, ഒരു മുസ്ലിം പൈലറ്റ് പിറവി എടുക്കുമായിരുന്നില്ല. ഇതിലെ കാക്കമാര് മൊത്തം വന്ന് മേയുവാണ്. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഇന്ന് തെറിവിളിയുടെ പൂരമായിരിക്കുമെന്ന്. ബിജു എബ്രഹാം ഉണ്ടല്ലോ, അല്ല എല്ലാം കൈകാര്യം ചെയ്തോണം കേട്ടാ, മോണിറ്ററാണ്. ബിജു എബ്രഹാം നോക്കിക്കോണം കേട്ടാ. ഒരുപാട് തെറിവിളികൾ വരുന്നുണ്ട്. ശരി, നമ്മൾ തിരിച്ച് തെറിയൊന്നും വിളിക്കണ്ട, നല്ല രൂപത്തിൽ മറുപടി കൊടുത്താൽ മതി. അപ്പോ അയ്യോ ആ പെണ്ണിന്റെ കാല് തല്ലി ഒടിച്ചു, അപ്പൊ ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ തലയവരെടുക്കും, അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ നവോത്ഥാനം പിറവിയെടുക്കുമായിരുന്നില്ല. ഇവിടെ ഈ രൂപത്തിലേക്ക് ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. ഈ രൂപത്തിൽ ഒരു പുരോഗമിച്ച നാടായി ഇത് മാറുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പള്ളിക്കാരുടെ പള്ളി വിലക്ക് കുറഞ്ഞു. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ഒരുപാട് പെൺകുട്ടികൾക്ക് പള്ളി വിലക്ക് കിട്ടുമായിരുന്നു. ഡാൻസ് കളിച്ച പെൺകുട്ടികൾക്ക്, സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടികൾക്കൊക്കെ. കാലം, ചില സാഹചര്യങ്ങൾ, മീഡിയ കൊണ്ടുവന്ന സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ പവർ, ഇതൊക്കെ ഒരുപാട് മാറാൻ പള്ളി മഹലിനെ അടക്കം പ്രേരിപ്പിച്ചു. പണ്ട് മുറുക്കി കെട്ടിയ ചങ്ങലകൾ അയഞ്ഞു പോകുന്നതല്ല നമ്മൾ കണ്ടത്, കണ്ണികൾ പൊട്ടിപ്പോകുന്നതാണ് കണ്ടത്. ഈ മണൽത്തരി പോലെയാണ് ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇസ്ലാം പിടിച്ചു നിർത്തുന്നത്. എത്ര കണ്ട് നിങ്ങള് ഈ മണൽത്തരികളെ കൈവെള്ളയിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിക്കുന്നോ അത്രമാത്രം നമ്മളിൽ നിന്നും അത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും, അത് ഊർന്നു പോയിക്കൊണ്ടിരിക്കും. എല്ലാ ഇസ്ലാമിക സംഘടനകളും മുസ്ലിം സമുദായത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയും അവരെ മതപരമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയും ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി അവരെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുന്നതിനും വേണ്ടി ഖുർആനും പ്രവാചക ചര്യകളും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ, പ്രവാചക ചര്യക്കാണ് ഹദീസ് എന്ന് പറയുക. അതൊക്കെ പറഞ്ഞ് ഇന്നിവർക്ക് മുസ്ലിം സമുദായത്തെ നവീകരിക്കാൻ പറ്റുമോ? നബിചര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവര് തിരിച്ചു ചോദിക്കുമല്ല, ഈ രൂപത്തിൽ ഇങ്ങനെ പെണ്ണ് കെട്ടി നടന്ന ഒരാളെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് ചോദിക്കും. കാരണം മതത്തെ ഓരോ രൂപത്തിലും ഓരോ വ്യക്തികളും വ്യാഖ്യാനിച്ചു തുടങ്ങി. മതപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അവിടെ നിൽക്കട്ടെ. വ്യക്തികൾക്കൊരു വ്യാഖ്യാനം, സംഘടനകൾക്ക് വ്യാഖ്യാനം, മതപുരോഹിതന്മാർക്ക് വേറൊരു വ്യാഖ്യാനം. വ്യാഖ്യാനങ്ങളുടെ മാനദണ്ഡം എന്താണ്? അതിന്റെ പിന്നാലെ പോയാൽ ആരോ പറഞ്ഞതുപോലെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് കയ്യും കൊട്ടി പാട്ട് പാടിക്കൊണ്ട് നടക്കേണ്ടി വരും. ചിലർക്ക് ഖുർആനിക നിയമപ്രകാരം ഇടത് എതിർ ദിശകളിൽ നിന്ന് കയ്യും കാലും വെട്ടാം, നബി അള്ളാഹുവിനെയൊക്കെ നിഷേധിച്ചാല്. എന്നാ വേറൊരു വിഭാഗമുണ്ട്, നമ്മൾ അതിനൊന്നും പ്രതികരിക്കേണ്ട, പഠിച്ചോൻ സംരക്ഷിച്ചോളൂ പഠിച്ചോന്റെ മതത്തെ, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, നമ്മൾ അവരെ ശിക്ഷിക്കാൻ ആരുമല്ല, അള്ളാഹുവിനറിയാം, അള്ളാഹു ശിക്ഷ കൊടുത്തോളൂ. മറ്റുള്ളവര് നീ ചെയ്തോ, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ അങ്ങൊക്കെ ഉണ്ടാവും. ആരാ ശരി ആരാ തെറ്റ് ഇത് പറയാൻ നമ്മൾ ആരാ? ഇത് കേരളത്തിന്റെ മാത്രം വിഷയമല്ല. ലോകത്തിലെ സകലമാന മുസ്ലിം പുരോഹിതന്മാരും ഇത് കയ്യിൽ പിടിച്ചാണ് കാണിക്കുന്നത്. ഖുർആൻ, ഒരു കയ്യിൽ ഖുർആനും ഒരു കയ്യിൽ ആയുധവും പേരിയല്ലേ ഹമാസ് ഭീകരർ ഇസ്രായേലിയുടെ തലയെടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഐസിസുകാർ ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ ആയുധവും എന്തിയിട്ട് തന്നെയാണ് യസീദികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും, എല്ലാ മത തീവ്രവാദ സംഘടനകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഒരു പക്ഷേ മതേതര വിശ്വാസികൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ വന്ന് ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകില്ല. മതേതരന്മാരായ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുമോ? ഇല്ല. അതായത് ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയും കിടക്കത്തില്ലേ, ആ രീതിയിൽ മാത്രമേ കാണാൻ അവർക്ക് പറ്റൂ. കാരണം അവർ 3.5 വയസ്സ് മുതൽ മതം ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്തവരല്ല. ഒരു ബഹുസ്വര സമൂഹത്തോട് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, എന്റെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞേ പറ്റൂ, പറയേണ്ടി വരുവാണ്.
ഡോക്ടർമാരാകട്ടെ, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, അധ്യാപകരാകട്ടെ, വക്കീലന്മാരാകട്ടെ, മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകട്ടെ, ലോട്ടറിക്കാരനാകട്ടെ, കള്ളുഷാപ്പ് നടത്തിപ്പുകാരന്, ബാർബർ, മീൻ കച്ചവടക്കാരൻ, ഇനി IT മേഖലയിൽ നടക്കുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, ഈ മേഖലകളിലെല്ലാം സ്ത്രീകളുണ്ട്. ഇതില് മുസ്ലിം സ്ത്രീകളുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ബാങ്കില് ജോലി ചെയ്യുന്ന ആളുകൾ, ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പലിശ വാങ്ങാറില്ലേ? പലിശ കൊടുക്കാറില്ലേ? പലിശ എഴുതാറില്ലേ? സൂക്ഷിച്ചു വെക്കാറില്ലേ? അപ്പൊ ആക്കിലഹൂവ മൂക്കിലഹൂ എന്നൊക്കെയല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും എഴുതുന്നവനും കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും ഒക്കെ നരകത്തിലാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ബാങ്കിൽ ജോലി ചെയ്യാമോ? എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊക്കെ. ഇതിനെ ഒക്കെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ബ്ലേഡ് പലിശക്കാരില്ലേ? ബിസിനസ്സുകാർ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ ഈ ഒരു സാധനം ഇതിന് 40 രൂപയാണ് വിലയെങ്കിൽ ഇവര് വാങ്ങിയിട്ട് ഇവര് വിൽക്കുന്നത് 140 രൂപയ്ക്കാണെങ്കിൽ അത് ഹലാലാകുന്നില്ലേ? ഇല്ലേ? എന്നാലും ആകെ ഒരു സമാധാനം ഓണ